ഒരു പത്രത്തിന്റെ സ്വത്വം അഥവാ ഐഡന്റിറ്റി എന്നത് അതിന്റെ ശൈലിയാണ്. പത്രത്തിന് മാത്രമല്ല, എല്ലാ മാധ്യമങ്ങൾക്കും, എന്തിന് വ്യക്തികൾക്ക് പോലും ശൈലിയുണ്ട്. ശൈലി പ്രധാനവുമാണ്. ഈ ശൈലി തന്നെയാണ് ഓരോന്നിനെയും ഓരോരുത്തരെയും വ്യത്യസ്തരാക്കുന്നത്. പത്രങ്ങൾ പലരും സ്വകീയമായ ശൈലി ഉണ്ടാക്കാൻ നോക്കാറുണ്ട്. അതിനായി അവർ സ്റ്റൈൽ ബുക്ക് അഥവാ ശൈലി പുസ്തകം എന്നൊരു പുസ്തകം തന്നെ പ്രസിദ്ധീകരിക്കാറുണ്ട്. ഈ പുസ്തകത്തിൽ ഏതൊക്കെ തരം വാക്കുകൾ നമുക്ക് പത്രത്തിൽ ഉപയോഗിക്കാമെന്ന കാര്യത്തെപ്പറ്റി വ്യക്തമായ ധാരണ നൽകിയിരിക്കും. വ്യാകരണത്തിലെ കൃത്യതയുടെ കാര്യവും അതിനകത്ത് നിഷ്കർഷിച്ചിട്ടുണ്ടാവും. അങ്ങനെ വരുമ്പോൾ ചില പത്രങ്ങൾ ചില വാക്കുകൾ ഉപയോഗിക്കാറില്ല. അത് അവരുടെ ശൈലിയാണ്. ഒരു ശൈലി ഉണ്ടാകുന്നത് വലിയ കാര്യം തന്നെയാണ്. പക്ഷെ അതിനേക്കാൾ വലിയ കാര്യം അതിൽ ഉറച്ചു നിൽക്കുക എന്നതാണ്. പല പത്രങ്ങളും അതിൽ ഉറച്ചു തന്നെ നിൽക്കാറുണ്ട്. എന്നാൽ ഈയിടെയായി ചിലപ്പോൾ ശൈലിയിൽ നിന്ന് വ്യതിചലിക്കുന്ന ഒരു രീതി പത്രങ്ങൾ എടുക്കാറുണ്ട്. അവർക്ക് പറയേണ്ട കാര്യം പറയേണ്ട രീതിയിൽ പറയണമെങ്കിൽ ഒരുപക്ഷെ ശൈലി അനുസരിച്ച് ഉപയോഗിക്കുന്ന പ്രയോഗങ്ങൾ അവിടെ സാധ്യമായില്ലെന്നിരിക്കും. അങ്ങനെ വരുമ്പോൾ സ്വന്തം ശൈലി മറന്നിട്ട് എഴുതുന്ന ഒരു രീതി കാണാറുണ്ട്. കുറച്ചു കാലം മുമ്പ് ഒരു സിനിമയുടെ പേര് ശീർഷകങ്ങളിൽ കൊണ്ടുവരാൻ നോക്കുമ്പോൾ പലരും അവരെഴുതുന്ന രീതിയിലല്ല അത് പത്രത്തിൽ എഴുതി വന്നത്. കാരണം സ്വന്തം ശൈലി മറന്ന് സിനിമാ പോസ്റ്ററിനെ ഓർമ്മിപ്പിക്കുന്ന എഴുത്തായിരുന്നു അവർ നടത്തിയത്. കഴിഞ്ഞ ദിവസം ഒരു പത്രത്തിൽ ഒരു വലിയ വാർത്ത കണ്ടു. ആ പത്രം പ്രധാനമന്ത്രിയുടെ പേര് എഴുതുന്നത് നരേന്ദ്ര മോദി എന്നാണ്. ഔദ്യോഗികമായും മോദി എന്ന് തന്നെയാണ് പേര്. കേരളത്തിലെ പത്രങ്ങളിൽ ഒന്നോ രണ്ടോ പേരൊഴികെ ബാക്കിയെല്ലാം മോദി എന്നാണ് എഴുതുന്നത്. ഒന്ന് രണ്ട് പേർ മാത്രം മോഡി എന്നെഴുതാറുണ്ട്. ഈ പത്രം പതിവായി മോദി എന്നെഴുതുന്നവർ ആ ദിവസം നോക്കുമ്പോൾ ഒരു വാർത്തയ്ക്ക് വലിയ ശീർഷകം നൽകിയിരിക്കുന്നു. അവിടെ മോഡി എന്നാണ് എഴുതിയിരിക്കുന്നത്. കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന്റെ വസതിയിലും മറ്റു സ്ഥലങ്ങളിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റെയ്ഡ് നടന്ന വാർത്തയിലാണ് ഇങ്ങനൊരു മാറ്റം കണ്ടത്. അവിടെ എഴുതിയിരിക്കുന്നത് മോഡി ED VD ഡീൽ തകരില്ല എന്നാണ് എഴുതിയിരിക്കുന്നത്. അതേ ദിവസം തന്നെ ഇതേ പേര് വീണ്ടും എഴുതിയിട്ടുണ്ട്. മോഡി എന്ന് തന്നെയാണ് അവിടെയും എഴുതിയിരിക്കുന്നത്. പക്ഷെ ആ പത്രത്തിൽ നോക്കുമ്പോൾ അതിന്റെ വാർത്തയിൽ എഴുതിയിരിക്കുന്നത് കൃത്യമായി മോദി എന്ന് തന്നെയാണ്. ശീർഷകം ഒന്ന് ഒത്തുവരാൻ വേണ്ടിയിട്ടാവും ഒരുപക്ഷെ ശൈലിയിൽ നിന്ന് മാറി എഴുതിയത്. സ്വന്തം ശൈലിക്ക് പ്രാധാന്യം കൽപ്പിക്കുന്ന രീതി മാധ്യമങ്ങളിൽ നിന്ന് മാഞ്ഞു പോവുകയാണോ എന്നൊരു സംശയം ഇവിടെ തോന്നിപ്പോകുന്നു. ശൈലിയെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. എല്ലാ ആളുകൾക്കും ഒരേ ശൈലി രസിച്ചിരിക്കില്ല. അതുകൊണ്ടാണ് ഒരു പത്രത്തിലെ പല പേജുകൾക്ക് പല ശൈലിയിലുള്ള എഴുത്തായിരിക്കും ഉണ്ടാവുക. സ്പോർട്സ് പേജിൽ എഴുത്ത് രീതി തന്നെ വേറെ ആയിരിക്കും. രാഷ്ട്രീയം എഴുതുമ്പോൾ വേറൊരു രീതിയിലായിരിക്കും. ഇതൊക്കെ പലതരം വായനക്കാരെ ഉദ്ദേശിച്ചാണെന്നാണ് നമ്മുടെ ഒരു കണക്കുകൂട്ടൽ. അതുപോലെ യുവാക്കളുടെ കാര്യം എഴുതി വരുമ്പോൾ ഒരു പുതിയ ശൈലിയിലാവും എഴുതുക. അത് ജെൻ സി അഥവാ 1997-നും 2012-നും ഇടയ്ക്ക് ജനിച്ച ആ ഒരു ജനറേഷനിൽപ്പെട്ട ആളുകൾക്ക് സ്വീകാര്യമാകും എന്നുള്ള ഒരു ധാരണയുടെ പുറത്താണ് അങ്ങനെ എഴുതുന്നത്. കൊച്ചു കുട്ടികൾക്ക് വേണ്ടിയുള്ള ലേഖനങ്ങളിലും മറ്റും ചിലപ്പോൾ ഇംഗ്ലീഷ് അതേപടി എഴുതുന്ന രീതിയും മലയാള പത്രങ്ങൾ സ്വീകരിക്കാറുണ്ട്. ഇങ്ങനെ പലതരം ശൈലി ഉപയോഗിക്കുമെങ്കിലും മരണം പോലുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ തികഞ്ഞ ഗൗരവത്തോടെ റിപ്പോർട്ട് ചെയ്യുന്നതാണ് പത്രങ്ങളുടെ ഒരു രീതി. അതാണ് കീഴ്വഴക്കവും അതാണ് എല്ലാവർക്കും സ്വീകാര്യമായിട്ടുള്ളത്. ആ രീതിയിലുള്ള റിപ്പോർട്ടിങ്ങിലൂടെ മരിച്ച ആളിനോടുള്ള ആദരം പ്രകടിപ്പിക്കാനുമാകുന്നു എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. പ്രശസ്ത സിനിമാ താരം സലീം കുമാർ നിര്യാതനായപ്പോൾ അദ്ദേഹത്തിന്റെ നിര്യാണ വാർത്ത പല പത്രങ്ങളിൽ പല രീതിയിലാണ് വന്നിരുന്നത്. അത് കണ്ടപ്പോഴാണ് ഈ ഒരു ശൈലിയെക്കുറിച്ച് ഓർമ്മ വന്നത്. മിക്ക പത്രങ്ങളും സാധാരണ മരണം റിപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് അത് റിപ്പോർട്ട് ചെയ്തത്. അവിടുത്തെ ശീർഷകങ്ങൾ നോക്കിയാൽ അറിയാം. ഇനി ഒരു പൊട്ടിച്ചിരി ഓർമ്മ എന്ന് ഒരു പത്രത്തിൽ കണ്ടു. ചിരിയുടെ മണവാളന് വിട എന്നായിരുന്നു വേറൊരു പത്രം എഴുതിയത്. ചിരിപ്പിച്ച് മടങ്ങി മറ്റൊരു ശീർഷകമാണ്. ഇങ്ങനെ തികഞ്ഞ ഗൗരവത്തോടെയുള്ള ശീർഷകങ്ങൾ പല പത്രങ്ങളും കാണുമ്പോൾ ഒരു പത്രത്തിൽ സലീം കുമാർ അന്തരിച്ചു എന്നുള്ള വിവരം കൊടുത്തിട്ടുണ്ട്. അതിന് തൊട്ട് താഴെ വലിയ അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട് ഐ ആം ദി സോറി മലയാളീസ് എന്ന്. സലീം കുമാർ ഏതോ സിനിമയിൽ പറഞ്ഞ ഒരു ഡയലോഗ് എടുത്ത് അതേപടി ഇട്ടിരിക്കുന്നതാണ്. ഇത് കുറച്ചു കാലമായൊരു പതിവായിട്ടുണ്ട്. നടൻ ശ്രീനിവാസൻ മരിച്ചപ്പോൾ ഒരു പത്രം എഴുതിയിരുന്നത് പോട്ടെ ദാസ സമയമായി എന്നാണ്. അതിൽ ഒന്നുമില്ലെങ്കിലും ഒരു യാത്രാമൊഴിയുടെ ഛായയെങ്കിലുമുണ്ട്. ഇവിടെ അതാണ്. സലീം കുമാർ എന്ന നടൻ വെറും കോമാളിത്തരം മാത്രം കാട്ടി കഴിഞ്ഞു പോയ ഒരാളല്ല എന്ന് എല്ലാവർക്കും അറിയാം. ദേശീയ പുരസ്കാരം വരെ നേടിയിട്ടുള്ള ഒരാളാണ്.
അങ്ങനെ ഒരു കലാകാരനെ ഓർമ്മിക്കാൻ ഇങ്ങനത്തെ ഒരു കോമാളി വരി മാത്രമേ കിട്ടുകയുള്ളൂ എന്നൊരു സംശയം വരും. ജെൻസിക്ക് വേണ്ടിയല്ല, ആർക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞാലും അതിനെ അത്രയ്ക്കങ്ങോട്ട് ഇഷ്ടപ്പെടാൻ തോന്നുന്നില്ല. അങ്ങനെ കോമാളിത്തത്തിൽ ഒതുക്കേണ്ട ഒരാളല്ല എന്ന് തോന്നിയതുകൊണ്ടാണല്ലോ അടുത്ത ദിവസം ഈ പത്രങ്ങൾ പലതും എഡിറ്റോറിയൽ എഴുതിയത്. കാലം കവരാത്ത നിറചിരിക്കാലം എന്ന് ആ എഡിറ്റോറിയലിന് ശീർഷകവും നൽകിയതും അതുകൊണ്ട് തന്നെ ആകുമല്ലോ. മറ്റൊന്നുകൂടിയുണ്ട്, കാണിക്കുന്ന എന്ത് തമാശയും ജെൻസിയുടെ പേരിലാണ് എന്ന് പറഞ്ഞ് ഉണ്ടാക്കി വയ്ക്കുന്ന ഒരു മോശപ്പെട്ട പൊതുബോധം, ഒരു തലമുറയെക്കുറിച്ചുള്ള ഒരു പൊതുബോധമാണ് അവിടെ നമ്മൾ സൃഷ്ടിക്കുന്ന കാര്യം കൂടെ ഓർക്കുന്നത് നല്ലതായിരിക്കും.